കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ എത്തിച്ചുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി. പ്രതികളായ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയുമാണ് സംഭവസ്ഥലത്ത് എത്തിച്ചത്. വൻ ജനരോഷത്തെ തുടർന്ന് പ്രതികളെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാതെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, വൻ ജനരോഷം ഉണ്ടായിരുന്നു കൊണ്ടുപോയിടത്തൊക്കെ, പക്ഷെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനായോ? വീണ, തീർച്ചയായും വൻ ജനരോഷമാണ് രണ്ട് സ്ഥലങ്ങളിലും ഈ തെളിവെടുപ്പ് നടത്തിയ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായത്. പ്രധാനമായും ഈ തെളിവെടുപ്പ് നടത്തിയ മൈനാഗപ്പള്ളിയിലെ ആനൂർക്കാവ് എന്ന സ്ഥലത്താണ് ജനങ്ങൾ തടിച്ചുകൂടിയത്. ഇവിടെയാണ് അപകടം നടന്നത്. ഈ കുഞ്ഞുമോളെ വാഹനം കയറ്റി കാർ കയറ്റി കൊലപ്പെടുത്തിയ സ്ഥലം ആനൂർക്കാവാണ്. ആനൂർക്കാവിൽ വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു. നൂറുകണക്കിന് ആൾക്കാർ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം തെളിവെടുപ്പ് നടത്തുന്നത് ഈ പ്രതികൾ മദ്യപിച്ചു എന്ന് പറയുന്ന പറയരുകാവ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അതിനുശേഷമാണ് ആനൂർക്കാവിലേക്ക് എത്തിക്കുന്നത്. ആനൂർക്കാവിലേക്ക് എത്തിയപ്പോഴേക്കും വലിയൊരു ജനാവലി തന്നെ തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനരോക്ഷവും ഇരമ്പുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മരണപ്പെട്ട കുഞ്ഞുമോളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ മകളും അടക്കം വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏറെ പ്രയാസപ്പെട്ടാണ് പോലീസ് ആളുകളെ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, പുറത്തേക്ക്, അതായത് വാഹനത്തിന് പുറത്തേക്ക് അജ്മലിനെ ഇറക്കുവാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. പോലീസ് തന്നെ അവസാനം ഒരു വലയം തീർത്തുകൊണ്ട് മറ്റു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലും പിന്നീട് തെളിവെടുപ്പ് നടത്തി ഇവർ ഓടി രക്ഷപ്പെട്ട സ്ഥലവും അതുപോലെ തന്നെ വാഹനയുടമയുടെ സ്ഥലവും ഒരുമിച്ച് താമസിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം എന്നിവിടങ്ങളിലെല്ലാം പിന്നീട് പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. അതിനുശേഷം രണ്ടാമതൊരു വട്ടം കൂടി അജ്മലുമായി ഈ ആനൂർക്കാവിലേക്ക് എത്തുകയും ചെയ്തു. ആനൂർക്കാവിൽ രണ്ടാമതെത്തിയപ്പോഴും സമാനമായ സാഹചര്യമാണ്. ജനങ്ങളുടെ ഒരു ജനരോഷവും ജനങ്ങൾ പ്രതിഷേധത്തോടെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തിറക്കാതെ, അതായത് അജ്മലുമായി പുറത്ത് ഇറക്കി തെളിവെടുപ്പ് നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും പോലീസ് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയുമാണ് ചെയ്തത്. തുടർന്ന് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഡോക്ടർ ശ്രീകുട്ടിയുമായി വീണ്ടും പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. സമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരുമായി തെളിവെടുപ്പിലെത്തിയപ്പോഴും വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയാത്തത്ര ജനരോഷം ഉണ്ടാവുകയും ചെയ്തു. അതേ തുടർന്ന് തെളിവെടുപ്പ് വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ പൂർത്തിയാക്കി പോലീസ് മടങ്ങുകയാണ് ചെയ്തത്. ഇനി 2 ദിവസം കൂടി പോലീസിന്റെ കസ്റ്റഡി വിവരങ്ങൾ നൽകുകയായിരുന്നു. മൈനാഗപ്പള്ളിയിലെ അപകടം സംബന്ധിച്ച തെളിവെടുപ്പ്